അങ്ങനല്ല. അത് പറഞ്ഞാൽ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഈ ഇന്ത്യ രാജ്യത്ത് അവരിഷ്ടപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികളിൽ ആർക്കും ആവാം. അപ്പോൾ സന്ദീപ് വാര്യർ മൂപ്പര് അവർ പിന്നെ BJP ആണ് ഈ ഇന്ത്യ രാജ്യത്തിന് ഗുണമെന്ന് മനസ്സിലാക്കി അതിലായിട്ടുണ്ടാവും. പിന്നെ മൂപ്പര് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇന്ന് മാറുക എന്നുള്ള ചിന്താഗതിയൊക്കെ അവരെ സ്വന്തം ചിന്താഗതിയാണത്. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചു. അത് സ്വീകരിക്കേണ്ടതാണ്, അതിനൊരു ഭാഗമാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞല്ലോ, മൂപ്പര് BJPയിലാവുമ്പോഴും ഒന്ന് കാണണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. BJPയിലുള്ള പല നേതാക്കന്മാരായിട്ട് നമ്മൾ മതേതരത്വത്തിലേക്കാണ് അദ്ദേഹം വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, അത് അങ്ങനെ തന്നെ മൂപ്പര് അങ്ങനെയുള്ള പറഞ്ഞത്. അതുകൊണ്ടാണ് താങ്കൾ പിന്തുണയ്ക്കുന്നത്. ഞാൻ ഈ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാവരും ഒരു നന്മ എന്നുള്ളത് ചെയ്യണം എല്ലാവരോടും. ഞങ്ങളെ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം സുപ്രഭാതം പത്രത്തിൽ വന്ന പരസ്യം അതൊന്നും ഇപ്പം ചോദിക്കണ്ട. അത് പത്രത്തിൽ വരുന്ന പരസ്യത്തെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പത്രത്തിൽ ആര് പരസ്യം കൊടുത്താലും നമ്മൾ സ്വീകരിക്കൂല. ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തെ കൂടിക്കാഴ്ചക്ക് വല്ല പ്രാധാന്യമുണ്ടോ വേറെ? അതൊക്കെ പിന്നെ നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ മൂപ്പര് അതിനു വേണ്ടി വന്നതല്ല. അതിന്റെ ഒരു പ്രാധാന്യം നിൽക്കുമ്പോൾ ഒന്ന് കഴിച്ചോളി. വെറുപ്പിന്റെ കമ്പോളത്തിലെ സ്നേഹത്തിന്റെ കട തുറക്കണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അത് തന്നെയാണ് സന്ദീപും പറഞ്ഞത്. അങ്ങനെ എല്ലാവരും സ്നേഹത്തിന്റെ കട തുറക്കണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്. അതങ്ങനെ തന്നെയല്ലേ, നിങ്ങളൊക്കെ അങ്ങനെ തന്നെ. ഞാൻ മാത്രമല്ലല്ലോ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന. നിങ്ങളുടെ സന്ദർശനം ഒരു വിമർശന വിധേയമാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, പ്രത്യേകിച്ച് പണക്കാർ തന്നെ സന്ദർശിച്ചതൊക്കെ കഴിഞ്ഞ ദിവസം വിമർശനത്തിന്. അത് നമ്മളോടല്ലേ ചോദിക്കുന്നത്? നമ്മൾക്ക് ആരും ഞാൻ പറഞ്ഞില്ല, എല്ലാവരും കാണുന്നല്ലേ പറഞ്ഞത്. പിന്നെ അതുകൊണ്ട് അവസാനിച്ചല്ലേ. ഞാൻ ഇന്നലെ പെരുന്നയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഉപദേശങ്ങൾ തേടുന്ന, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന, ഞാൻ ആദരിക്കുന്ന ജി സുകുമാരൻ നായർ സാറിൻ്റെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഞാൻ വരുന്നത്. അവിടെ പിന്നെ നിങ്ങൾ മാധ്യമങ്ങൾ അറിയാത്തത് കൊണ്ടായിരിക്കാം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ സാമൂഹ്യ മാധ്യമം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെയും അനുഗ്രഹവും ആശീർവാദവും എനിക്കുണ്ട്. അപ്പോൾ കേരളത്തിലെ സമസ്ത മേഖലകളിലെയും ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സാമുദായിക വിഭാഗങ്ങളുടെയും പിന്തുണയും സ്നേഹവും എൻ്റെ ഈ രാഷ്ട്രീയ നിലപാടിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതായിരിക്കണം കേരളത്തിലെ പൊതു മനസ്സാക്ഷിയുടെ ഒരു അംഗീകാരം. ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. ഇന്നലെ അദ്ദേഹവും വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹവും നൽകിയിട്ടാണ് ഇന്നലെ എന്നെ പെരുന്നയിലെ NSS ആസ്ഥാനത്ത് എന്നെ യാത്രയാക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എല്ലാ സ്ഥലത്തു നിന്നും കിട്ടുന്ന ഈ സ്നേഹവും കരുതലും ഈ അനുഗ്രഹവും തന്നെയാണ് എൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഇതിനെ ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ വിവാദമാക്കേണ്ടതില്ല. അങ്ങനെ ആക്കുന്നവർക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും. അത് കേരളത്തിന് ഗുണകരമായിട്ടുള്ള രീതിയിൽ ഇനിയുള്ള കാലം നമ്മുടെ സമൂഹത്തിൽ മതേതരത്വവും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഐക്യവും ശക്തിപ്പെടുത്താനുള്ള പരിപാടികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. അപ്പോൾ അതാണ് അതാണ് പറഞ്ഞത്. അതാണ് എല്ലാവരും ചെയ്യേണ്ടത്. ഞാൻ മാത്രം ചെയ്യേണ്ട കാര്യമല്ല, എല്ലാവരും ചെയ്യേണ്ടതാണ്. അതിന്റെ ഭാഗമാണ് ഭരണഘടനയുടെ കയ്യെഴുത്ത്. തീർച്ചയായിട്ടും അത് വളരെ അമൂല്യമായിട്ടുള്ള ഒരു പ്രതി എൻ്റെ കളക്ഷനിൽ ഉണ്ടായിരുന്നത്.